ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ട്രംപ് ആണ്. മോദിക്ക് ട്രംപിനെ പേടിയാണ് എന്നൊക്കെ സ്ഥിരമായി കരയുന്നവർക്ക് തൽക്കാലം കരച്ചിൽ നിർത്താനുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് അനുസരിച്ച്, ആ ഒരു കരാർ അനുസരിച്ച് എന്തൊക്കെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസത്തെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്കും റഷ്യയ്ക്കും പരസ്പരം ഒരേ സമയം 3000 സൈനികരെ വരെ ഇരു രാജ്യങ്ങളുടെയും മണ്ണിൽ വിന്യസിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് 3000 സൈനികരെ വരെ റഷ്യയുടെ മണ്ണിലും റഷ്യയ്ക്ക് 3000 സൈനികരെ നമ്മുടെ രാജ്യത്തും വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലും 5 കപ്പലുകൾ വരെ ഒരേ സമയം അവിടെയോ ഇവിടെയോ വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലും 10 വിമാനങ്ങൾ വരെ ഒരേ സമയം വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലുമുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യയും റഷ്യയും. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുമ്പോഴറിയാം ഈ എഗ്രിമെന്റ് ആരെയാണ് കൂടുതൽ പ്രവോക്കിക്കാൻ പോകുന്നതെന്ന്. സംശയം എന്താണ്? സാക്ഷാൽ ട്രംപിനെയും അമേരിക്കയും തന്നെയാണ്. ഇൻഡോ പസഫിക് റീജിയണിൽ റഷ്യയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു, ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു. റഷ്യയിൽ പ്രത്യേകിച്ച് റഷ്യയുടെ ഫാർ ഈസ്റ്റ് റീജിയണിൽ ഇന്ത്യയുടെ സ്വാധീനം കൂടുതൽ വർദ്ധിക്കാൻ പോകുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പുതിയ വ്യാപാര പാത കൂടുതൽ ശക്തമാവുന്നു. അതിനോടൊപ്പം തന്നെ ആ ബന്ധം പ്രതിരോധ മേഖലയിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്കിലേക്കുള്ള ഇന്ത്യ റഷ്യ വ്യാപാര പാത സകല സമവാക്യങ്ങളും മാറ്റി എഴുതാൻ പോകുന്ന ഒന്നാണ്. നമ്മൾ നേരത്തെ പലപ്പോഴായി സംസാരിച്ചിട്ടുള്ള ചെന്നൈ അതുപോലെ വ്ളാഡിവോസ്റ്റോക്ക് കോറിഡോർ വളരെ പ്രധാനമാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഈ കോറിഡോർ ഏതാണ്ട് 10,300 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു കോറിഡോറാണ്. റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്കിനെയും ഇന്ത്യയുടെ ചെന്നൈ തുറമുഖത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ഒരു കോറിഡോർ അനുസരിച്ച് നമുക്കിതിലൂടെ ചരക്ക് നീക്കം, റഷ്യയുമായിട്ടുള്ള ചരക്ക് നീക്കം വളരെ എളുപ്പത്തിലാക്കാൻ സാധിക്കും. 40 ദിവസം വേണ്ടി വരുന്ന ചരക്ക് നീക്കം 24 ദിവസമായി കുറയ്ക്കാൻ കഴിയും. റഷ്യയുടെ ഫാർ ഈസ്റ്റ് പോർട്സുമായിട്ട് ഇന്ത്യൻ പോർട്സിനെ കണക്ട് ചെയ്യാൻ കൂടുതൽ എളുപ്പത്തിൽ സാധിക്കും. മാത്രമല്ല ഈ വ്ളാഡിവോസ്റ്റോക്ക് റീജിയണിൽ ഇന്ത്യ വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുമുണ്ട്. വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണ കൊറിയയുടെയും ചൈനയുടെയും ഒക്കെ വളരെ അടുത്ത് കിടക്കുന്ന, അതുപോലെ ജപ്പാന്റെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇതൊരു തർക്ക പ്രദേശം കൂടിയാണ് കേട്ടോ. അതായത് ഈ പ്രദേശത്തിന് മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈനയും യൂറോപ്യൻസുമായിട്ട് പ്രശ്നങ്ങൾ നിന്നിരുന്ന സമയം, യൂറോപ്യൻസ് ചൈനയെ ആക്രമിക്കാനായിട്ട് തുടർച്ചയായിട്ട് ശ്രമിച്ചിരുന്ന കാലത്ത് അന്ന് ദുർബലമായിരുന്ന ചൈനയെ സമ്മർദ്ദം ചെലുത്തി അന്നത്തെ റഷ്യൻ ഭരണകൂടം നേടിയെടുത്ത പ്രദേശങ്ങളാണിതെന്നാണ് ചൈന പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് അവർ തിരിച്ചു പിടിക്കുമെന്നൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തർക്ക പ്രദേശം കൂടിയാണ്. ആ വ്ളാഡിവോസ്റ്റോക്കിലാണ് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് വൻതോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും റഷ്യയുമായിട്ട് ശക്തമായിട്ട് ബന്ധമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പരസ്പരം സൈന്യത്തെ ഉൾപ്പെടെ വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് നിലവിൽ ഈ കരാർ നിലനിൽക്കുക. ഇരുപക്ഷവും സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ഇത് വീണ്ടും 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കരാറിലൂടെ റഷ്യയുടെ ആർട്ടിക് മേഖലയിലുള്ള സൈനിക താവളങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കും ഇന്ത്യക്ക് പ്രവേശനം ലഭിക്കും. പകരമായിട്ട് റഷ്യൻ സൈന്യത്തിന് ഇന്ത്യൻ സമുദ്ര മേഖലയിലെ ഭാരതത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഇതിലൂടെ 2 രാജ്യങ്ങൾക്കും സൈനിക അഭ്യാസങ്ങൾ, മാനുഷിക സഹായ പ്രവർത്തനങ്ങൾ, ഇന്ധനം നിറയ്ക്കുക, അറ്റകുറ്റപ്പണി നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ സഹായമായിട്ട് ഈ കരാറ് മാറും. ഇന്നത്തെ പ്രധാനപ്പെട്ട പല വാർത്താ മാധ്യമങ്ങളും കവർ ചെയ്തിട്ടുള്ള ഒരു കരാറാണിത്. ഇവിടെ പലർക്കും ഇപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം മനസ്സിലായില്ല എന്ന് നടിക്കുകയാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് പ്രധാനം. നേഷൻ ഫസ്റ്റ്, ഇന്ത്യ ഫസ്റ്റ്, എല്ലാത്തിനും മുകളിൽ ഇന്ത്യ. അത് നമ്മുടെ മറ്റെന്തിനും മുകളിൽ രാജ്യമാണ് പ്രധാനം എന്ന് പറയുന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഈ മോദി. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇഷ്ടപ്പെടുമോ, ഇനി നാളെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാറ് റഷ്യക്ക് ഇഷ്ടപ്പെടുമോ എന്നതിലുപരിയായിട്ട് ആ കരാർ ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ എന്ന് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ നോക്കുക. ഇപ്പൊ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ കരാർ തന്നെ എടുക്കാം. അമേരിക്കയ്ക്ക് ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമല്ലേ? ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഇതിനെ ഒരു വെല്ലുവിളിയായിട്ട് ട്രംപ് ഭരണകൂടം കാണാൻ പോലും സാധ്യതയുണ്ട്. ഒരു വശത്ത് അമേരിക്കയുമായിട്ട് ക്വാഡ് പോലെയുള്ള ഗ്രൂപ്പുകളിൽ സഹകരിക്കുമ്പോൾ മറുവശത്ത് റഷ്യയുമായിട്ട് പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുന്നത് ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയത്തിന്റെ ഭാഗമാണ്. ഇത് വാഷിംഗ്ടണിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കാൻ പോവാണ്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ കരാറുകൾ പലപ്പോഴും അമേരിക്കയുടെ കാറ്റ്സ എന്നറിയപ്പെടുന്ന ഉപരോധങ്ങൾക്ക്, ആ ഒരു ഉപരോധ ഭീഷണിയുടെ വക്കിൽ വന്നിട്ടുണ്ട്. ഇന്ത്യ അന്നൊന്നും അതിനെ ഭയപ്പെട്ടിട്ടില്ല. S-400 കരാർ തന്നെ ഉദാഹരണമാണ്. ഏഷ്യയിൽ ചൈനയുടെ വളർച്ച തടയാൻ ഇന്ത്യയെ പോലെ ശക്തമായ ഒരു പങ്കാളി അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഇതേ പ്രശ്നമാണ് റഷ്യയ്ക്കും.
റഷ്യ ചൈനയുമായിട്ട് നല്ല അടുപ്പത്തിലാണ്, സുഹൃത്താണ്, മൾട്ടിപോളാർ വേൾഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചൈനയുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാമാണ്. അതോടൊപ്പം തന്നെ റഷ്യക്ക് അവരെക്കുറിച്ചും ചിന്തയുണ്ട്. ചൈന ഒരു വലിയ ശക്തിയായിട്ട് കൂടുതൽ മാറിക്കഴിയുമ്പോൾ റഷ്യയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകുമെന്നും റഷ്യക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് റഷ്യയുടെ പ്ലാൻ ബി കൂടിയാണ് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കുക എന്നത്. ഇവിടെ റഷ്യയും ബാലൻസ് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. നമ്മൾ ജിയോ പൊളിറ്റിക്സിനകത്ത് ഓരോ രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുക. ഇവിടെ ഇന്ത്യ അമേരിക്കയും റഷ്യയും ഒരുപോലെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് രണ്ടുപേരെയും നമുക്ക് ആവശ്യമാണ്. ചൈനയുമായിട്ടുള്ള പല വിഷയങ്ങളിലും നമുക്ക് അമേരിക്കയുടെ നിലപാടുകൾ വളരെ നിർണായകമാണ്. അമേരിക്കയെ നമുക്ക് കൂടെ നിർത്തേണ്ട ആവശ്യമുണ്ട്. അതേസമയം തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അമേരിക്കയും വേണം, അതിനേക്കാൾ കൂടുതൽ റഷ്യയും വേണം. നമ്മുടെ ഡിഫൻസ് രംഗം ഇന്നും റഷ്യയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എയർക്രാഫ്റ്റുകളൊക്കെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന റഷ്യൻ എയർക്രാഫ്റ്റ്സ് ആണ്. സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായ തോതിൽ നമുക്കൊരു സ്വയം പര്യാപ്തത പൂർണ്ണമായ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ഉണ്ടാവാൻ ഒരു 15 മുതൽ 20 വർഷം വരെ എടുക്കും. ഇത്രയും കാലം നമുക്ക് റഷ്യയെ പിണക്കാനൊന്നും പറ്റില്ലല്ലോ. ഇനി അത് കഴിഞ്ഞാലും പിണക്കുന്നത് ശരിയുമല്ലല്ലോ. നമ്മളെ സഹായിച്ച ഒരു രാജ്യമല്ലേ. അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അമേരിക്കയുടെ യൂറോപ്പിന്റെ ഉപരോധമൊക്കെ റഷ്യ നേരിടുകയാണ്. അവിടെ ചൈനയെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരും റഷ്യക്ക്, പ്രത്യേകിച്ച് ട്രേഡിന്റെ കാര്യത്തിലൊക്കെ. പൂർണ്ണമായി ചൈനയിൽ ഡിപ്പെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ചൈന ഡിമാൻഡ് ചെയ്യും. അപ്പോൾ പിന്നെ റഷ്യക്ക് കൂടുതൽ വഴങ്ങേണ്ടി വരും. എന്നാൽ ഇന്ത്യയുമായിട്ട് റഷ്യ ബാലൻസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ട് വളരേണ്ടത് റഷ്യയുടെയും കൂടെ ആവശ്യമാണ്. അങ്ങനെ വന്നാൽ മാത്രമേ ചൈനയുടെ ഒരു ഏകാധിപത്യ ലെവലിലോട്ടുള്ള വളർച്ചയെ, ശരിക്കും മൾട്ടിപോളാർ വേൾഡിന് അമേരിക്ക മാത്രമല്ല ചൈനയും ഒരു ഭീഷണിയാണെന്ന് റഷ്യക്ക് അറിയാം. അവിടെ ഇന്ത്യ വളർന്നു വരേണ്ടത് റഷ്യയുടെ കൂടി ആവശ്യമായതുകൊണ്ടാണ് ഇന്ത്യയെ വളരെയധികം റഷ്യ സപ്പോർട്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള കരാറുകൾ ഉണ്ടാക്കുന്നതിലൂടെ, ബന്ധം മെച്ചപ്പെടുത്തുന്നതിലൂടെ, ടെക്നോളജി ട്രാൻസ്ഫറിന് തയ്യാറാവുന്നതിലൂടെ റഷ്യ ശരിക്കും ഇന്ത്യയുടെ വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇത് റഷ്യ ആഗ്രഹിക്കുന്നുമില്ല. എന്ന് വെച്ചാൽ ചൈനയേക്കാൾ ശക്തമായിട്ട്, അമേരിക്കയേക്കാൾ ശക്തമായ ഒരു രാജ്യമായിട്ട് ഇന്ത്യ വളരണമെന്നും റഷ്യ ആഗ്രഹിക്കില്ല. തുല്യ ശക്തികളായിട്ട് ഒരു മൾട്ടിപോളാർ വേൾഡ് ഉണ്ടാവുന്നതിനെ റഷ്യ പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു 4, 5, 6 രാജ്യങ്ങൾ ഭൂമിയിൽ ശക്തമായ രാജ്യങ്ങളായിട്ട് തുടരുന്നതിനെ റഷ്യ പിന്തുണയ്ക്കുന്നുണ്ട്. അതിലൊരു രാജ്യമായിട്ട് അവർ ഇന്ത്യയെ കാണുന്നുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് റഷ്യ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ചൈനയിൽ നിന്ന് തങ്ങൾക്ക് ഭീഷണി ഉണ്ടായേക്കാം എന്ന് റഷ്യയും കണക്കൂട്ടുന്നുണ്ട്. ചരിത്രത്തിൽ റഷ്യയും ചൈനയും തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നു മാത്രമല്ല സോവിയറ്റുമായിട്ട് വരെ യുദ്ധമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ അങ്ങനെയുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല. ഭാവിയിലും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല. രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ പരസ്പരം എവിടെയും പ്രശ്നങ്ങളാവുന്നില്ല. കോമ്പറ്റീഷൻ കാര്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും റഷ്യയ്ക്കും ഒന്നിച്ചു പോകാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കരാറുകൾ രൂപപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. റഷ്യ വളരെ വലിയൊരു രാജ്യമാണ്. വലിയ രാജ്യമെന്ന് മാത്രമല്ല, ധാരാളം നാച്ചുറൽ റിസോഴ്സസ് ഉള്ള, അല്ലെങ്കിൽ അപൂർവ ധാതുക്കൾ ധാരാളം അപൂർവമായിട്ടുള്ള മിനറൽസും മെറ്റൽസും ഉള്ള ഒരു രാജ്യമാണ്. അവരുമായിട്ടുള്ള സൗഹൃദം വളരെയധികം നമുക്ക് ഗുണം ചെയ്യും. മാത്രമല്ല ഇന്ത്യയുടെ എനർജി സെക്യൂർ ചെയ്യാൻ, അത് ആണവ എനർജി മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ എണ്ണ ഉൽപ്പന്നങ്ങൾ അടക്കം നമുക്ക് റഷ്യയിൽ നിന്ന് വാങ്ങാനും, അത് നേരത്തെ നമ്മൾ വളരെ ഡിസ്കൗണ്ട് റേറ്റിലാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു പാർട്ണറാണ് റഷ്യ. അതുകൊണ്ട് ഇന്ത്യ ശക്തമായ ബന്ധം റഷ്യയുമായിട്ട് മുന്നോട്ടുകൊണ്ടാണ്. അവിടെ അമേരിക്കയ്ക്ക് എന്ത് തോന്നുന്നു, ട്രംപിന് ചൊറിയുമോ, ട്രംപിന് എന്ത് പറയുന്നു എന്നത് ഇന്ത്യയുടെ മാറ്റർ അല്ല. അമേരിക്കയേക്കാൾ ട്രസ്റ്റബിൾ പാർട്ണറാണ് ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ. ലോങ് ടേം റിലേഷൻ ആണ് ഇന്ത്യയുമായിട്ട് റഷ്യക്കുള്ളത്. അപകട സന്ദർഭങ്ങളിൽ സഹായിച്ച ചരിത്രമുണ്ട്, പരസ്പരം സഹകരിച്ച ചരിത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇനി എന്ത് തോന്നുന്നു പറഞ്ഞാലും ഇന്ത്യയുടെ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് നരേന്ദ്രമോദിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. മോദിയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ 4 തെറി വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ട്രംപിനെ ഒന്നും പറയുന്നില്ല എന്ന് കരുതിയിട്ട് മോദി മറ്റേ ദുർബലനാണ് അല്ലെങ്കിൽ കഴിവുകെട്ട ആളാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോദിയെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അത് അറിയാത്തതുകൊണ്ടാണെന്നേ പറയാനുള്ളൂ. കാരണം അങ്ങനെ ചാടി വീണ് പ്രതികരിക്കുന്നവരല്ല ലോകത്തെ പക്വതയുള്ള ഒരു നേതാവും. ട്രംപ് ഒരു വിവരദോഷിയായ ഒരു വ്യക്തിയാണ്. ശരിക്കും ലോകം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരാളെ കാണുന്നത്, ഒരു പ്രസിഡന്റായിട്ട്, അമേരിക്കൻ പ്രസിഡന്റായിട്ട്. ഇതിനു മുന്നേ ഇതുപോലത്തെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ലോകത്ത് ഇങ്ങനെയുള്ള നേതാക്കളും വളരെ കുറവാണ്. സാമാന്യ ബോധവും കാര്യപ്രാപ്തിയും ഇല്ലാത്ത ഒരാൾ ഒരു അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് നമ്മൾ കാണുന്നത്. അത് മാറ്റിവെച്ച് ലോകത്തെ വിവരമുള്ള, ബോധമുള്ള നേതാക്കളൊന്നും ട്രംപിനെ പോലെ അല്ല പ്രതികരിക്കുന്നത്. അത് മോദി മാത്രമല്ല, പുടിനാണെങ്കിലും ഷീ ജിൻപിങ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ മോദിയുടെ പ്രതികരണം വാക്കുകൾ കൊണ്ട് ആണോ പ്രവൃത്തി കൊണ്ടാണെന്ന് നോക്കൂ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്ക ആട്ടി വിട്ടില്ലേ. റഷ്യയുടെ എണ്ണ വാങ്ങണ്ട എന്ന് പറഞ്ഞപ്പോൾ റഷ്യയുമായിട്ട് പ്രതിരോധ കരാർ വരെ ഉണ്ടാക്കിയിട്ട് ട്രംപിനെ ആട്ടി ഓടിക്കുകയല്ലേ ചെയ്ത. ട്രംപിന്റെ സമീപനങ്ങളോടും നിലപാടുകളോടും
പരസ്യമായി വാക്കുകൊണ്ട് പറയുന്നില്ല, പ്രവൃത്തി കൊണ്ടാണ് ചെയ്യുന്നത്. ട്രംപ് വാ കൊണ്ടടിക്കും, മോദി ചാട്ടവാറെടുത്ത് അടിക്കും. ട്രംപ് വാ കൊണ്ടാണ് അടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത്, മോദി വാ കൊണ്ടല്ല ചാട്ടവാറ് കൊണ്ടാണ് അടിക്കുന്നത്. മോഡി അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം ആ ചാട്ടവാറടിയുടെ ശബ്ദമാണ്. ട്രംപ് വാ കൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ആ വാ കൊണ്ടുണ്ടാക്കുന്ന ശബ്ദം നമ്മളുടെ ദേഹത്ത് ഒരു പോറലും ഏൽപ്പിക്കുന്നതല്ല. ചാട്ടവാറ് കൊണ്ടുള്ള അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോറലും വരും, ചോരയും പൊടിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.